നമുക്ക് ചില ദിവസങ്ങളിലുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കിന് ഒന്ന് കുക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ചോറ് ഇന്നും കൂടി കാണും, പിന്നെ നാളെ എല്ലാം കൂടി ഉണ്ടാക്കിയാൽ പോരെ, അല്ല രണ്ടാമത്തെ ദിവസമായില്ലേ, 2 ദിവസത്തെ ചോറ് എങ്ങനെയാണ് കഴിക്കുന്നതെന്നൊക്കെ മടി ഉണ്ടാകുമ്പോഴത്തേക്കിന് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്തപ്പോഴത്തേക്കിന് അന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക, അതിലോട്ടൊരു ഇച്ചിരി എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചെറിയ പരിപ്പും ജീരകവും കൂടി കേട്ടോ ചേർത്തേ. എന്നിട്ട് ഉണക്കമുളക്, കരിവേപ്പില, പിന്നെ ഒരു സവോള, തക്കാളി, അതൊന്ന് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് വഴറ്റിയിട്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിലോട്ടൊരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ചേർക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കിന് ഒരിച്ചിരി മസാലപ്പൊടി, മീൻസ് ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയോ എന്തെങ്കിലും അത് കുറച്ചും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി പിന്നെ ഒന്നും കൂടി വഴറ്റിയിട്ട് അതിലോട്ടൊരു കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ചോറ് ഇട്ടിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അത് തുറന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കുക. പാനിൽ ഓൾറെഡി ചൂടുണ്ടല്ലോ, ആ ചൂടിൽ അതായിക്കോളും. പിന്നെ കഴിക്കാൻ നേരത്തെടുത്ത് വിളമ്പി കഴിക്കാം.